അപ്പോൾ നമ്മുടെ ഓൾട്ടോയുടെ ബ്രേക്ക് സൗണ്ട് കാരണം വന്നാൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീലടിച്ച് നോക്കിയപ്പോൾ ഇതുണ്ടല്ലേ, ഒരു സൈഡിലത്തെ ബ്രേക്ക് പാഡ് നോക്കിയേ, ഫുള്ള് നമ്മുടെ വെളിയിൽ എത്തിക്കുന്ന ബ്രേക്ക് പാഡ് ഇതുണ്ടല്ലേ, ഫുള്ള് തീർന്ന് റോട്ടർ ഇതുണ്ടല്ലേ മൊത്തം ഇതുണ്ടല്ലേ സ്ക്രാച്ച് വീണിട്ടുണ്ട് കേട്ടോ. ബോട്ടറെ ഫുൾ ഇതുണ്ട്, റോട്ടറെ മൊത്തം ഇതുണ്ട്, ഹമ്പ് ചാടുന്ന പോലെയാണ് ഈ ഗ്രിപ്പുകൾ കേട്ടോ. ആ സമയത്ത് അത് മാത്രമല്ല, ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് ഈ പെഡൽ കിടന്ന് ഇങ്ങനെ നമ്മൾ ചവിട്ടുമ്പം ഒരു പെഡലേ കിടന്നൊരു വൈബ്രേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിപ്പർ പിന്ന്, ഈ കാലിപ്പർ പിന്നെ അടിപ്പ്, അതായത് കാലിപ്പർ നോയ്സുമായിട്ട് നമ്മുടെ അടുത്തേക്ക് ഓരോ വർക്ക്ഷോപ്പുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഷിമ്മിട്ട് അടിച്ച് കയറ്റി വെച്ച് ഇതുണ്ടല്ലേ, ഇതൊരു അനക്കം പോലും ഇല്ലാത്ത രീതി ഇതുണ്ടല്ലേ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടോ, ഇത് മുന്നോട്ടും ഇല്ല പുറകോട്ടും ഇല്ലാത്ത രീതി ഇരിക്കുന്നുണ്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിസ്റ്റൺ ഒറ്റ പിസ്റ്റനാണ്. അപ്പോൾ ഈ ഒരു പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലിപ്പർ പിന്ന് ലൂസ് ആയിരിക്കണം. അതായത് ഈ പിസ്റ്റൺ മുന്നോട്ട് തള്ളുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ബ്രേക്ക് പാഡിനെ പുറകോട്ട് അമർത്തും. പിസ്റ്റൺ മുന്നോട്ട് വരുമ്പോൾ ഈ കാലിപ്പർ മൊത്തത്തോടെ പുറകോട്ട് വരും. അതിന് ഈ പിന്ന് ഫുൾ ഇതിനകത്ത് കിടന്ന് നമ്മുടെ ഈ ബൈക്കിൻ്റെ ഒക്കെ മെയിൻ ട്യൂബ് പോലെ ഫുൾ ആക്ഷൻ വന്നിരിക്കണം. ആ ആക്ഷൻ ഇല്ലാതെ ഇത് കണ്ടില്ല, ഇത് മൊത്തത്തോടെ സ്റ്റക്കായിട്ടിരുന്ന് കഴിഞ്ഞാലാണ് ഈ ഒരു സൈഡ് മാത്രം തീർത്ത് വിടും. അതിൻ്റെ മെയിൻ കേസ് കേട്ടോ. അതുകൊണ്ട് ഈ കാലിപ്പർ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ കാലിപ്പർ പിന്നായിട്ട് മാറുക, അതിനകത്ത് ഷിമ്മ കാര്യങ്ങളൊന്നും അടിച്ച് കയറ്റാതിരിക്കുക. പിന്നെ ഇല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഓവലിറ്റി ആണെങ്കിൽ ബ്രാക്കറ്റ് മാറി പുതിയ പിന്നും കൂടെ കയറ്റി. അതുപോലെ തന്നെ നമ്മുടെ റോട്ടറിൽ സ്ക്രാച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട് പരിപാടികൾക്കൊന്നും നിൽക്കരുത്. അതായത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പുതിയ മോഡൽ പുതിയ റോട്ടറൊക്കെ ആണെങ്കിൽ ഇതുപോലെ സംഭവിക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അതുമല്ല കട്ട് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഇത് ഉണ്ടല്ലേ ഒരു തിക്നെസ് കുറയും കേട്ടോ. തിക്നെസ് കുറയുന്ന സമയത്ത് ചിലപ്പം കണ്ടമാനം ഹീറ്റ് കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആയി പോകാനും അതായത് ഇത് പൊട്ടൽ വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റോട്ടറുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ വില കാര്യങ്ങളൊന്നുമില്ല, അത് നമ്മൾ പുതിയത് തന്നെ മാറുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ വെറൈറ്റി വീഡിയോ കാണാം. ബൈ.